കേരളപ്പിറവിയാണ് വരുന്നത്. അപ്പോൾ സ്കൂളിൽ ചാർട്ടൊക്കെ കൊണ്ടുപോകണമായിരിക്കും എല്ലാവർക്കും. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി എന്തൊക്കെയാണ് ആ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളപ്പിറവിയോടനുബന്ധിച്ചുള്ള ചാർട്ടിൽ എന്തൊക്കെ വേണം, എങ്ങനെ ചെയ്യണം, കൂടാതെ തന്നെ 3 സാമ്പിൾ ചാർട്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. 2 പോസ്റ്റേഴ്സും ഒരു വലിയ ചാർട്ടും എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രിപ്പറേഷനും അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതിൽ മെജോറിറ്റിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഞാൻ കേരളത്തെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ഐഡിയാസാണ് കൊടുത്തിട്ടുള്ളത്. കേരളം ഇന്ത്യയിൽ എവിടെയാണ്? തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള ഒരു സംസ്ഥാനമാണല്ലേ നമ്മുടെ കൊച്ചു കേരളം. അപ്പോൾ അതിനെപ്പറ്റി പറയാം. കേരളത്തിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയാം, അതിർത്തികൾ ഏതൊക്കെയാണെന്ന് പറയാം, അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, കടലുകൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങൾ കൊടുക്കുക. ഇവിടെ പിന്നെ വടക്കൻ അക്ഷാംശവും കിഴക്കൻ രേഖാംശം ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ തന്നെ കേരളീയരുടെ ഭാഷ ഏതാണ്? നമ്മുടെ സ്വന്തം മലയാളം. കേരളീയരുടെ പൊതുവ്യവഹാര ഭാഷ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെട്ട മലയാളമാണെന്നും പ്രാക്കാല തമിഴിൽ നിന്നും രൂപം കൊണ്ടതാണ് മലയാളമാണെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേസിക് കാര്യമാണ്. നിങ്ങളൊരു വലിയ ചാർട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു സെൻറ്റർ പോയിൻ്റായിട്ട് കേരളത്തിൻ്റെ ഒരു പടം കൊടുത്ത് ഈ 4 പോയിൻ്റ് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പതിപ്പാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് കൊടുക്കാം. അടുത്ത എന്താണ്? നമ്മുടെ 14 ജില്ലകളും ആ ജില്ലകൾ ഫോം ചെയ്ത വർഷം. ഇത് നിങ്ങൾക്ക് ഒരു സിംഗിൾ ചാർട്ടായിട്ട് കൊണ്ടുപോകും. എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഒരു വലിയ മാപ്പ് വരയ്ക്കുക. നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് വരയ്ക്കാൻ എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പമാണ്, ഒന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ പഠിക്കാനും പറ്റും. സോ എല്ലാവരും മാപ്പ് പഠിച്ചിരിക്കുക, ഡിസ്ട്രിക്റ്റുകളുടെ പൊസിഷനൊക്കെ അറിഞ്ഞിരിക്കുക, അതിർത്തികളും അറിഞ്ഞിരിക്കുക. സോ നിങ്ങളൊരു മാപ്പ് വരയ്ക്കുക, പേപ്പറിലോ ചാർട്ടിലോ ഏതാണെന്ന് വെച്ചാൽ വരയ്ക്കുക. വരച്ചിട്ട് ഓരോ ജില്ലയുടെയും അവിടെ എന്തെഴുതുക, ജില്ലയുടെ പേരും അത് ഫോം ചെയ്ത വർഷവും എഴുതി നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതിപ്പിലാണെങ്കിൽ പതിപ്പിൽ വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് മാത്രം കൊണ്ടുപോകുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയുടെ മാപ്പ് മാത്രം വരച്ചിട്ട് അത് ഫോം ചെയ്ത ഇയറും അതിൻ്റേതായ മറ്റ് വിവരങ്ങളും ആഡ് ചെയ്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാർട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടുത്തെ 14 ജില്ലകളും ഫോം ചെയ്ത ഡേറ്റും വർഷവും കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണ്? ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള. ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള എന്തായിരുന്നു? നമ്മുടെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് മിനിസ്ട്രി ഫോം ചെയ്തത്. സോ നമ്മുടെ ഫസ്റ്റ് മിനിസ്ട്രിയുടെ ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മിനിസ്ട്രിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കിത് ഒന്നുകിൽ നിങ്ങൾക്കൊരു സിംഗിൾ ചാർട്ടിൽ ഈ കാര്യം മാത്രമായിട്ട് വയ്ക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വലിയ ചാർട്ടിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ്, ഒന്നുകിൽ ജില്ലകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മിനിസ്ട്രിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളോ ആക്കി മാറ്റാം. ഓക്കെ, സോ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് C. അച്യുതമേനോൻ. മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് KP ഗോപാലൻ. മിനിസ്റ്റർ ഓഫ് റവന്യൂ ആൻഡ് എക്സൈസ് KR ഗൗരിയമ്മ. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കോർപ്പറേഷൻ ജോസഫ് മുണ്ടശ്ശേരി. ലേബർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു TV തോമസ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മിനിസ്റ്റർ PK ചാത്തൻ മാസ്റ്റർ. മിനിസ്റ്റർ ഓഫ് പബ്ലിക് വർക്ക്സ് TA മജീദ്. ഫുഡ് ആൻഡ് ഫോറസ്റ്റ് KC ജോർജ്. ഇറിഗേഷൻ പ്രസൻസ് ലോ ആൻഡ് ഇലക്ട്രിസിറ്റി VR കൃഷ്ണയ്യർ. മിനിസ്റ്റർ ഫോർ ഹെൽത്ത് AR മേനോൻ. ഇത്രയും ആൾക്കാരായിരുന്നു നമ്മുടെ ആദ്യ മന്ത്രിസഭയിലുണ്ടായിരുന്ന വ്യക്തികൾ. അടുത്തതായി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രം നിങ്ങൾക്കൊരു ചാർട്ടിൽ എഴുതി വെച്ചാൽ അത് പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന പലതും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പല ക്വിസ് ക്വസ്റ്റ്യനും നമ്മൾ പിന്നീട് ഒരു എക്സാം എഴുതുമ്പോഴൊക്കെ കാണുമ്പോൾ നമുക്കത് എന്തായാലും ഓർമ്മ ആണെന്നുള്ളത് ഭയങ്കര അതിശയമാണ്, നമ്മൾ മറക്കത്തില്ല അത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചാർട്ടിൽ എഴുതി കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ, ഗവർണർ, ജനറൽ ഇലക്ഷൻ, കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഇങ്ങനെ തുടങ്ങി ഒരുപാടധികം കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വുമൻ മിനിസ്റ്റർ ഇൻ കേരള, ചീഫ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ, കണ്ടോ, ചീഫ് എഞ്ചിനീയർ PK ത്രേസ്യ. നമ്മളധികം കേട്ടിട്ടില്ലാത്ത പോയിൻ്റാണല്ലേ, പക്ഷേ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. വീണ്ടും ഫസ്റ്റ് വുമൻസ് മാഗസിൻ ഏതാണ്? കേരളീയ സഗുണബോധിനി. ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത് ഇൻ കേരള ഏതാണ്? നെടുമ്പാശ്ശേരി. പിന്നെന്താണ്? ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഇൻ കേരള വെള്ളനാട്. ഫസ്റ്റ് ബയോ വില്ലേജ് ഉടുമ്പന്നൂർ. ഫസ്റ്റ് കേസ്ലെസ് വില്ലേജ് വരവൂർ പഞ്ചായത്ത് തൃശ്ശൂർ. ഇങ്ങനെ പല ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ 30 ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക്
ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 30 എണ്ണം പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ചാർട്ടിലോട്ട് മാറ്റാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ നമ്മുടെ PSCയുടെ ഒക്കെ വെബ്സൈറ്റിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ നോട്ട്സ് കിട്ടും. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്ത് ഒരു 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു പതിപ്പായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ചാർട്ടാക്കി കൊണ്ടുപോകാം. ഇത് എവിടെ പേസ്റ്റ് ചെയ്താലും ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിൽ പതിയും. അപ്പോൾ അത് അത്രയും നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരും. അടുത്ത എന്താണ്, കേരളീയ കലാരൂപങ്ങൾ. ഇതും നിങ്ങൾക്ക് ഒരു പതിപ്പായിട്ട് സെപ്പറേറ്റ് പതിപ്പായിട്ട് തന്നെ കൊണ്ടുപോകാം കേരള പിറവിയോടനുബന്ധിച്ചാണ്. മെയിനായിട്ട് തെയ്യം, കഥകളി, കേരള നടനം, നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം, മാർഗംകളി, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, ഇതൊക്കെ നമ്മുടെ കേരളീയ കലാരൂപങ്ങളാണ്. ഇത് അറിയപ്പെടുന്ന, അതായത് മൊത്തത്തിൽ കേരള ഫുള്ളായിട്ടുള്ള കുറച്ച് കലാരൂപങ്ങളാണ്. ലോക്കലായിട്ടുള്ള, അതായത് പല സ്ഥലത്തിനും മാത്രം അതിൻ്റേതായ തനതായ കലാരൂപങ്ങൾ വേറെയുണ്ട്. ആ കലാരൂപങ്ങളും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ ചാർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി നമ്മുടെ സംസ്ഥാന കലോത്സവമൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം നല്ല പിക്ചേഴ്സ് നമ്മുടെ പത്രത്തിൽ വരും. ആ പത്രത്തിൽ വരുന്ന ആ കട്ടിങ്സൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ഔദ്യോഗിക ചിഹ്നങ്ങൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലേ, നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഔദ്യോഗിക ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടേതാണെങ്കിലും കേരളത്തിൻ്റേതാണെങ്കിലും വേറെ എക്സാംസൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള പല രാജ്യങ്ങളുടെ അനിമലും ബേർഡും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ കേരളപ്പിറവിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടൊരു ചാർട്ടിൽ കൊണ്ടുപോകാം. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ബാനർ എന്താണ്, സ്റ്റേറ്റ് സീൽ എന്താണ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് അനിമൽ ഇന്ത്യൻ ആന, സ്റ്റേറ്റ് ബേർഡ് മലമുഴക്കി വേഴാമ്പൽ, സ്റ്റേറ്റ് ഫിഷ് കരിമീൻ, സ്റ്റേറ്റ് ഫ്ലവർ കണിക്കൊന്ന, സ്റ്റേറ്റ് ട്രീ തെങ്ങ്, സ്റ്റേറ്റ് ഫ്രൂട്ട് ചക്ക, സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ബുദ്ധമയൂരി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ചാർട്ടിൽ പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, പടം ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളെ പറ്റി നോട്ട്സ് എഴുതാം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളുടെ മാത്രം ഈ പേര് മാത്രം എഴുതിക്കൊണ്ട് പോയാലും നല്ലത് തന്നെയാണ്. അടുത്തത് സ്റ്റേറ്റ് സിമ്പിൾസ് ഓഫ് കേരള, അതിൻ്റെ ഒരു കൊളാഷ്. ഇതുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരളത്തിൻ്റെ പൊസിഷൻ, ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാതും കൂടെ വെച്ചിട്ട് ഒരു കൊളാഷാക്കിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി ഒട്ടിക്കാം, പോസ്റ്ററായിട്ട് കയ്യിൽ പിടിക്കാം, ഒക്കെ ചെയ്യാം. ഇനി അടുത്തത് കുറച്ച് ബേസിക് കൗണ്ടാണ്, അതായത് നമ്പർ, കേരളത്തിൽ എത്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്, 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇനി കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം, റവന്യൂ ഡിവിഷനുകൾ, താലൂക്ക്, കോർപ്പറേഷൻ, നഗരസഭ, നിയമസഭാ മണ്ഡലം ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും എണ്ണങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്, 3 എണ്ണമാണെങ്കിൽ നമ്മൾ പണ്ടേ പഠിക്കുന്ന കാര്യമാണ്, കബനി, ഭവാനി, പാമ്പാൻ. ഈ വക കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാർട്ടിൽ ആഡ് ചെയ്യാം. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു വലിയ പടം വരച്ചതിന് ശേഷം അതിന് ചുറ്റും വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യാം കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ എഴുതുക. അതായത് വെറുതെ റാൻഡമായിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് അതിൻ്റെ ഹെഡിങ് എന്ത് ചെയ്യാം, ഫാക്ട്സ് ഓൺ കേരള, അല്ലെങ്കിൽ കേരളത്തെ പറ്റിയുള്ള പ്രധാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാൻഡം ഫാക്റ്റ് നിങ്ങൾക്ക് ബുള്ളറ്റ് ഇട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ബബിൾ വരച്ചിട്ട് അതിനകത്തോ അല്ലെങ്കിൽ ബോക്സ് വരച്ചിട്ട് അതിനകത്തോ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പലവിധ ഐഡിയാസ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റേതായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല ഐഡിയാസ് നിങ്ങൾക്ക് തോന്നും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ചെയ്തിട്ട് ക്ലാസ്സിൽ കൊണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ പല ഐഡിയാസ് വരികയാണെങ്കിൽ നിങ്ങളുടെ പല ഫ്രണ്ട്സുമായിട്ട് കൂടി ചേർന്ന് നിങ്ങൾക്കതൊരു പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവർക്കും പല പോയിൻറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ച് കേരളപ്പിറവി അസ്സലാക്കി ചെയ്ത് നമ്മുടെ പല ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യാനും ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ ആ കുട്ടികൾ ചെയ്തുണ്ടോ എന്ന് പറയുന്ന രീതിക്ക് നല്ലൊരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. കൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മുടെ കേരളപ്പിറവി പോസ്റ്റേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 14 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ 14 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ജില്ല കൊടുക്കുക. എന്നിട്ട് ആ ജില്ലയെ പറ്റിയിട്ടുള്ള പ്രധാന വിവരങ്ങൾ മാപ്പ് ഉൾപ്പെടെ കളക്ട് ചെയ്ത്, മാപ്പും അതിൻ്റെ പ്രധാന വിവരങ്ങളായിട്ടുള്ള അതിൻ്റെ ഏരിയ, പിന്നെ എന്താണ് അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്, അവിടുത്തെ പ്രധാന തനതായ കലാരൂപങ്ങൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്ലക്കാർഡ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് അസംബ്ലിക്ക് കൊണ്ടുപോകാന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. കുട്ടികളാണ് കാണുന്നതെങ്കിൽ കുട്ടികളോ പാരൻസോ ആണെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുക. ഓക്കെ.
ഇനി നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് മെയിനായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം വിവരങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ചാർട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു എന്നുള്ള വീഡിയോ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ അത് വെച്ചിട്ട് എല്ലാവരും ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം. പറ്റുമെങ്കിൽ എനിക്ക് അതിൻ്റെ ഫോട്ടോസ് കൂടെ ഒന്ന് അയച്ചു തരണം കേട്ടോ. ചെയ്താൽ നോക്കാം. നമുക്ക് ചാർട്ട് വേണം, പിക്ചേഴ്സ് വേണം, ഗം വേണം, സിസേഴ്സ്, മാർക്കേഴ്സ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ വേണം. പിന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്ന ഒരു പണിപ്പെട്ട ജോലി തന്നെയാണ് അല്ലേ. നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ നമ്മളിതെല്ലാം വെട്ടിയെടുത്തു. എല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് നോക്കുക, എല്ലാം ആയോ എന്നൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് ചാർട്ട് എടുക്കുക, 4 സൈഡ് ബോർഡർ വരയ്ക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഹെഡിങ് എഴുതാം. ഞാനിവിടെ കേരള പിറന്നാൾ എന്നാണ് ഹെഡിങ് കൊടുത്തത്. സോ എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് ഹെഡിങ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കേരള പിറന്നാൾ എന്ന ഹെഡിങ് കൊടുത്തു. ആദ്യം പെൻസിലിട്ട് എഴുതി, അതിന് ശേഷമാണ് ഞാൻ മാർക്കർ യൂസ് ചെയ്തത്. അഥവാ തെറ്റ് വന്നാലോ വീണ്ടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ലേ. അത് കഴിഞ്ഞിട്ട് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തത്. ഓക്കെ, നിലവിൽ വന്ന വർഷം, തലസ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ കൊടുത്തു. അതിനുശേഷം ഭരണ സംവിധാനത്തെ പറ്റിയും കൊടുത്തു. അതും നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് എത്ര എണ്ണാണുള്ളതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. സോ അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ കൊടുത്തു. ജില്ലകളും റവന്യൂ ഡിവിഷനും താലൂക്കും വില്ലേജും നഗരസഭയും കോർപ്പറേഷനും കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽ കൊടുത്തു. ഇതിപ്പോൾ സ്പീഡിൽ എഴുതുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, സ്പീഡാക്കി ഇട്ടേക്കുന്നത് കൊണ്ടാണ്. നല്ല സമയമെടുത്ത് മെല്ലെ എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് വൃത്തിയിൽ നല്ലതായിട്ട് കുറേ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഹെഡിങ്സ് വെറുതെ അത് ബ്ലൂ കളറിലാണ് കൊടുത്തത്. വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് കളർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. യെല്ലോ പോലെയുള്ള കളേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കളർ കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ ആദ്യം എഴുതി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കളർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആദ്യ കേരള മന്ത്രിസഭ, നമ്മുടെ ആ ഒരു പീരീഡും മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരുടെയും പേര് കൊടുത്തു. അത് കഴിഞ്ഞ് പിക്ചേഴ്സ് ഒട്ടിച്ചു. പിക്ചേഴ്സ് ഒട്ടിച്ചതിന് ശേഷം വേറെ കുറച്ച് റാൻഡം ഫാക്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്തു. ഓരോ കലാരൂപങ്ങളെ പറ്റിയും ഒക്കെ ആഡ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെയുള്ള 2 ചാർട്ട് കൂടെ ചെയ്തു. സംസ്ഥാന ചിഹ്നങ്ങളെ പറ്റിയും നവംബർ 1 കേരളപ്പിറവി എന്ന് പറഞ്ഞിട്ടും 2 ചിഹ്നങ്ങളും കൂടെ 2 ചാർട്ടുകൾ കൂടെ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ 3 ചാർട്ടുകളാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ആ വലിയ ചാർട്ടിൽ ഞാൻ ആഡ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ വലിയ ജില്ല, ചെറിയ ജില്ല, ഈയിടെ നമ്മുടെ വലിയ ജില്ല ഇടുക്കിയായിട്ട് മാറി, പാലക്കാട് 2ാം സ്ഥാനത്തെത്തി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് റാൻഡം ഫാക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ചാർട്ടിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയതിന് ശേഷം റാൻഡം ഫാക്റ്റ് നമുക്ക് സൈഡിൽ കൊടുക്കാമെന്ന്. ആ ഫാക്റ്റായിട്ട് ഞാൻ കൊടുത്ത എന്തൊക്കെയാണെന്ന് കാണാമല്ലോ നിങ്ങൾക്ക്. കഥകളിയെ പറ്റിയും ഓട്ടുംതുള്ളലിനെ പറ്റിയും തെയ്യത്തെ പറ്റിയും വളരെ പ്രാചീനമായിട്ടുള്ള ട്രഡീഷണൽ കലാരൂപ ആയ പടയണിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരളം ഫോം ചെയ്ത സമയത്ത് നമുക്ക് എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയും എല്ലാവരും കാണണേ. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ തലസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്, സാംസ്കാരിക തലസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്, വ്യാവസായിക തലസ്ഥാനത്തെ പറ്റിയും പറയുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ചാർട്ടിൽ പല വിവരങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചാർട്ട് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ആദ്യകാലത്തെ പറ്റിയിട്ടുള്ള പല ഇൻഫർമേഷനും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു റെഫറൻസായിട്ട് മാത്രം എടുത്താൽ മതി. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ പല ഐഡിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് കോണ്ടൻറ്റ് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇമെയിൽ അയക്കാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വേറൊരു ദിവസം കാണാം. സോ ടേക്ക് കെയർ, ബൈ ഗൈസ്.